ണ്ട് PV അൻവറിന് സ്വതന്ത്ര ചിഹ്നത്തിലെ മത്സരിക്കാനാവൂ. അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം കൂടിയാണ്. അവിടെ സൂക്ഷ്മ പരിശോധനയ്ക്കിടയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് എന്നതാണ്. ഇന്നലെ PV അൻവർ തന്നെ ഈ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ സാങ്കേതിക പിഴവാണോ അതല്ല അൻവർ ബോധപൂർവം അത് ആഗ്രഹിച്ചതാണോ? എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത കൂടി വരേണ്ടതുണ്ട്. അതായത് PV അൻവർ നൽകിയ ഒരു സെറ്റ് പത്രിക തള്ളിയിരിക്കുന്നു എന്നതാണ്. തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ഇല്ലാതെ തുടങ്ങിയ ചില സാങ്കേതിക കാരണങ്ങളാണ് ഇതിന് പ്രശ്നമായി നേരത്തെ PV അൻവർ ഉയർത്തിക്കാട്ടിയത്. അതുതന്നെയാണോ സംഭവിച്ചിരിക്കുന്നത്? എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടായിരിക്കില്ല PV അൻവർ കേരളത്തിൽ മത്സരിക്കുന്നത്. സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെയായിരിക്കുമെന്നതാണ് വ്യക്തമായ കാര്യം. അതാണിപ്പോൾ അവിടെ നടത്തിയിരിക്കുന്നത്. ഒരു സെറ്റ് പത്രിക തള്ളി അൻവറിൻ്റേത് എന്നതാണ്. ഇത് മുന്നിൽ കണ്ട് PV അൻവർ നേരത്തെ ഒരു സെറ്റ് കൂടി താൻ നൽകുന്നു എന്നത് ഇന്നലെ അദ്ദേഹം വിശദീകരിച്ചതാണ് മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം. സ്വാഭാവികമായും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സൂക്ഷ്മ പരിശോധനയിൽ നടന്നത് എന്ത് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അൻവറിൻ്റെ ഒരു അപരൻ, അൻവർ സാദത്ത് എന്ന പേരിലുള്ളൊരു അപരൻ കൂടി മത്സരരംഗത്തുണ്ട്. 12 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. ഇതിൽ ആരൊക്കെ മത്സരരംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നാണ് സൂക്ഷ്മ പരിശോധന. 2 ദിവസം കൂടിയുണ്ട് പത്രിക പിൻവലിക്കാനുള്ള സമയം. ഇതിനിടയിൽ ആരൊക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് UDF, M സ്വരാജ് ഇടതുമുന്നണി, ഒപ്പം ബാബു ജോർജ് അദ്ദേഹം BJP NDA സ്ഥാനാർത്ഥി, ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറും മറ്റു ചില സ്ഥാനാർത്ഥികളും. ഇതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കേണ്ടി വരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നു. അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക നൽകുന്നു. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം. അൻവറിന് തൃണമൂൽ കോൺഗ്രസ് അംഗത്വം, തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല. നേരത്തെ അൻവർ മത്സരരംഗത്തുണ്ട് എന്ന് വന്നപ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അൻവറിനെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ മത്സരിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് എന്നതാണ് കേട്ട കാര്യം. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി, വ്യക്തത കൂടി വരേണ്ടതുണ്ട്. എന്തായാലും അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക തള്ളി അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഏത് ചിഹ്നമായിരിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഓട്ടോറിക്ഷ ചിഹ്നം തേടിയൊക്കെ അൻവർ ശ്രമം നടത്തിയിരുന്നെങ്കിൽ കൂടിയും കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിന് അനുവദിച്ചിരിക്കുന്ന ചിഹ്നമാണ് ഓട്ടോറിക്ഷ. അതുകൊണ്ട് ആ ചിഹ്നം അദ്ദേഹത്തിന് അനുവദിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഒരു സംസ്ഥാന പാർട്ടിയായ PJ ജോസഫിൻ്റെ പാർട്ടിക്ക് അത്തരത്തിൽ ചിഹ്നം കിട്ടിയ സ്ഥിതിക്ക് ഒരു സ്വതന്ത്ര അംഗത്തിന് ഓട്ടോറിക്ഷ ചിഹ്നം കിട്ടുമോ? അങ്ങനെയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മറ്റേത് ചിഹ്നത്തിൽ അൻവർ മത്സരിക്കും? ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നേരത്തെ നിലമ്പൂരിൽ ഇടതു സ്വതന്ത്രനായിട്ടായിരുന്നു അൻവർ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മുന്നണികളുടെയും പിന്തുണയില്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതായിരിക്കും ഇത്തവണത്തെ സാഹചര്യം. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആയിരിക്കില്ല എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണ്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? ഇത് നേരത്തെ തന്നെ അൻവർ ഇന്നലെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സൂക്ഷ്മ പരിശോധനയിൽ ഈ പത്രിക തള്ളിപ്പോകാൻ കാരണം എന്താണ്? സജിത്ത്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നുള്ളൂ. എന്തായാലും 2 പത്രികകളായിരുന്നു അൻവർ സമർപ്പിച്ചിരുന്നത്. ഇതിൽ ഒരു പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതായത് TMC ലേബലിൽ ഇനി മത്സരിക്കാൻ അൻവറിന് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം സ്വതന്ത്രനായി അൻവറിന് മത്സരിക്കാൻ ഇതോടെ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് TMC ലേബലിൽ ഇത്തരത്തിൽ മത്സരിക്കാൻ അൻവറിന് താല്പര്യമില്ല. അത് ഇത്തരത്തിൽ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഡെറിക് ഒബ്രിയാൻ ഈ ഒരു പ്രചരണ രംഗത്ത് സജീവമാകാൻ നിലമ്പൂരിലേക്ക് വരുന്നു എന്നടക്കമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ചിഹ്നം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ TMCയുടെ ലേബൽ അല്ലാതെ അൻവറിന് മത്സരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും വ്യക്തമായിരിക്കുന്നു. എന്തായാലും നിലവിൽ അൻവറിന്റെ TMCയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ആ ഒരു പത്രിക ഇപ്പോൾ തള്ളിയിരിക്കുന്നു. എന്തായാലും നിലവിൽ അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള അനുമതി മാത്രമാണ് ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഈ പത്രിക തള്ളാനുള്ള ഒരു സാധ്യതയിലേക്ക് വന്നു എന്നുള്ള കാര്യം അത് നമുക്ക് അതിലൊരു വ്യക്തത ഇനി വരേണ്ടതായിരിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് വരാൻ സാധിക്കും. നേരത്തെ അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ TMCയുടെ ചിഹ്നം ഉപയോഗിച്ചാൽ അത് UDFന്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് മാറിപ്പോകാം, തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അത് UDFിലേക്ക് ചേക്കേറി പോകാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അൻവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതാകാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ അൻവർ നൽകിയ പത്രിക തള്ളാനുള്ള ഒരു സാധ്യത
സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം അൻവറിന്റെ ഭാഗത്തുണ്ടായോ എന്നടക്കം ഉള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി എന്തായാലും വരേണ്ടതായിരിക്കുന്നു. എന്തായാലും നിലവിൽ അൻവറിന്റെ ഒരു പത്രിക തള്ളിയിരിക്കുന്നു. ഒരു സ്വതന്ത്രനായി മത്സരിക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. സൈത, ഇതിനു പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി പ്രകടമാകുമല്ലോ. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അൻവറിന്റെ ഈ നീക്കം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. ഒരുപക്ഷേ PV അൻവർ പത്രിക നൽകിയാലും അത് പിൻവലിക്കാൻ 2 ദിവസം അവശേഷിക്കുന്നു. ഇതിനുള്ളിൽ പത്രിക പിൻവലിച്ചുകൊണ്ട് പിന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ സാധ്യത പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തൃണമൂലിന്റെ പേരിലുള്ള ഔദ്യോഗിക പത്രിക പിൻവലിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അൻവർ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നോട്ട് പോകുമോ? അതിനുള്ള സാധ്യത മുന്നിൽ കാണാൻ കഴിയുന്നുണ്ടോ? സജിത്ത്, അങ്ങനെ ഒരു സാഹചര്യം അത് നമുക്ക് അത് തള്ളിക്കളയാനാവില്ല. അങ്ങനെ ഒരു സാഹചര്യം കാരണം ഇന്ന് അല്പസമയത്തിന് മുമ്പ് DCC പ്രസിഡന്റ് VS ജോയ് വ്യക്തമാക്കിയതുപോലെ തന്നെ നിലവിൽ ഒരു അനുനയ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അൻവറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന DCC പ്രസിഡന്റ് VS ജോയ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ മാത്രമല്ല മറ്റു ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിൽ പോലും ഒരു തരത്തിൽ നോക്കിയാൽ അൻവറിനെ വലിയ രീതിയിൽ വിമർശിക്കാതെ അല്ലെങ്കിൽ അൻവറിന്റെ പേര് പരാമർശിക്കാതെയുള്ള ഒരു രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങളായിരുന്നു നേതാക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉയർന്നു വരികയും ചെയ്തത്. കാരണം നേരിട്ടൊരു ഫൈറ്റ് LDFും UDFും തമ്മിലാണ് എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. അത്തരത്തിൽ അൻവറിനെ പരോക്ഷമായി വിമർശിക്കാത്ത രീതിയിലായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. അതായത് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് VD സതീശനെ വലിയ രീതിയിൽ പരോക്ഷമായി പരസ്യമായി തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അൻവറിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതേ നാണയത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിൽ പോലും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും അൻവറിനെതിരെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം പോലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നില്ലായിരുന്നു. അത് തന്നെ വീണ്ടും ഒരു അനുനയ ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു. എന്തായാലും നിലവിൽ അൻവറിന്റെ ഈ പത്രിക തള്ളിയതോടുകൂടി TMCയുടെ ലേബലിൽ മത്സരിക്കാത്തതോടുകൂടി ഏതെങ്കിലും തരത്തിൽ അതായത് 4-ാം തീയതിയാണ് നാളെയാണ് ഇത്തരത്തിൽ 5-ാം തീയതിയാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഒരുപക്ഷേ ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ TMC ലേബലിൽ മത്സരിച്ചാൽ അല്ലെങ്കിൽ TMCയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അൻവറിന് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല, പത്രിക പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പത്രിക പിൻവലിക്കാൻ അൻവറിന് മറ്റുള്ള ആരുടെയും രീതിയിൽ അല്ലെങ്കിൽ ആരോടും ചോദിക്കേണ്ടതായിട്ടില്ല. അൻവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അനുനയ ശ്രമം നടക്കുന്നു എന്നുള്ള VS ജോയിയുടെ ഒരു പരാമർശം അതും ഇതുകൂടെ ചേർത്ത് വായിക്കപ്പെടേണ്ടത് തന്നെയാണ് സൈത. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിഥുൻ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം. കാരണം തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അൻവറിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടും പ്രതിസന്ധികളുമുണ്ട്.